ഓക്കെ, വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മാരത്തോൺ ഓടിയല്ല ഓടിയെ എന്ന ഒരു എക്സ്പ്ലനേഷനാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ആഹ്, അത്ര സ്പീഡൊന്നുമില്ല. 4.5 മണിക്കൂറിലാണ് ഫിനിഷ് ചെയ്തത്. എന്നാലും 42 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വലിയ സംഭവമായിരുന്നു. അതിൻ്റെ അകത്ത് ആഹ്, ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് കിട്ടും. നല്ല ഷൂസ് വാങ്ങിക്കുക. ഭയങ്കര കേമപ്പെട്ട ഷൂസൊന്നും വേണമെന്നില്ല. എൻ്റെ കയ്യിലൊരു എസിക്സ് GT 12,000 ആയിരുന്നു. അതിനൊന്നും എനിക്ക് തോന്നുന്നു 12,000 രൂപയുടെ ഷൂ ആണ്. ബട്ട് റണ്ണിങ് ഷൂ പോലും അല്ല, അതൊരു ട്രെയിൽ റണ്ണിങ് ഷൂ ആണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് റണ്ണിങ് ഷൂ അല്ല. ബട്ട് ഇറ്റ് സ്റ്റിൽ വർക്ക്സ് ആൻഡ് മച്ച് ബെറ്റർ ദാൻ ഒരു ഡെക്കാത്തലോണിൻ്റെ ഒരു കുറഞ്ഞ ഷൂ വാങ്ങിക്കുന്നതിനേക്കാളും ഒരു അറൗണ്ട് 8,000 10,000 ഇൻവെസ്റ്റ് ചെയ്യുക. എസിക്സിൻ്റെ GT 4,000 5,000 ദാറ്റ്സ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഉള്ളത് നമ്മൾ ഫ്യൂവലിംഗ് ചെയ്യുക മാരത്തോണിൻ്റെ സമയത്ത്. സോ ജനറൽ സയൻസ് പറയുന്നത് എല്ലാ മണിക്കൂറും യുവർ ബോഡി നീഡ്സ് അബൌട്ട് 50 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ സാധാരണ ഓടുന്നതിൻ്റെ ഇടയിൽ ഇവർ പഴവും അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ബോഡി അത് കഴിച്ചു കഴിഞ്ഞ് അത് ഡൈജസ്റ്റ് ചെയ്താലേ ആ എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആവത്തുള്ളൂ. അതിലും എളുപ്പം ആ എനർജി കിട്ടാൻ ഈ ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ ഒക്കെ എനർജി ജെല്ലുണ്ട്. ഞാനതാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കാഫിനേറ്റഡ് ജെല്ല് കിട്ടും, നോൺ കാഫിനേറ്റഡ് ജെല്ലും കിട്ടും. ഞാനത് ഓൾട്ടർനേറ്റ് ആയിട്ട് എല്ലാ അരമണിക്കൂറും ഉപയോഗിക്കുമായിരുന്നു. ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ ജെല്ലിൽ ഒരു ജെല്ലിൽ 20 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ 2 gels ഓൾമോസ്റ്റ് 40 grams. ദാറ്റ് വാസ് വർക്കിംഗ് ഫോർ മീ. പിന്നെ ഉള്ളത് നമ്മുടെ പ്രിപ്പറേഷനാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസീവ് അഡ്വാൻറ്റേജ് ആണ് ലഭിക്കുന്നത്, വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ. പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു റെഗുലർ ട്രെയിനിങ് വേണം. ഞാൻ എല്ലാ ആഴ്ചയും ഒരു അധികമില്ല എന്നാലും ഒരു 20 കിലോമീറ്റർ ഓടുമായിരുന്നു. ഒരു ഓൾട്ടർനേറ്റ് വീക്കും ഞാൻ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരു 20 കിലോമീറ്റർ ഓടും. ഞാൻ മാക്സിമം ഈ 42 കിലോമീറ്റർ മാരത്തോണിന് മുമ്പ് ഓടിയത് 24 കിലോമീറ്ററാണ്. 23.5 24 കിലോമീറ്ററാണ്. സോ ഐ വാസൻ റണ്ണിങ് ആസ് പെർ ലൈക്ക് ദ ജനറൽ റെക്കമെൻഡഡ് ട്രെയിനിങ്. സോ ബട്ട് ഐ സ്റ്റിൽ ഡിഡ് ദ മാരത്തോൺ. ഞാൻ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി കുറച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ നിങ്ങൾ അത്ര ഒരു ഹെൽത്ത് നോക്കാത്ത ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ ഒരു റെഗുലർ ട്രെയിനിങ് റുട്ടീൻ ബിൽഡ് ചെയ്യേണ്ടി വരും. ബട്ട് അറൗണ്ട് 20 kilometers പെർ വീക്ക് വെച്ചും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ചാഴ്ച ഓടിയാൽ യു ക്യാൻ ഡു എ മാരത്തോൺ. ബട്ട് 2 രീതിയിൽ മാരത്തോൺ ഓടാൻ പറ്റും. വൺ, നമുക്കൊരു ബ്രൂട്ട് ഫോഴ്സ് വെച്ച് ഓടി തീർക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കുറച്ചൊക്കെ ഓടിയത്. ഇപ്പം അത് കാരണം നീ ഇഞ്ചുറി ചെറുതായിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഓടുമ്പോൾ സ്ഥിരമായിട്ട് ഷിൻ സ്പ്ലിൻസ് വരും. അതൊരു ക്രാമ്പായിട്ട് കയറി പിടിക്കും. അപ്പം അങ്ങനെ ഇഞ്ചറി ഒന്നും വരാതെ ഈ മാരത്തോൺ കഴിഞ്ഞും വീണ്ടും നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് ഡൂയിങ് മോർ സ്ട്രെങ്ത് ട്രെയിനിങ് അലോങ് വിത്ത് യുവർ റെഗുലർ റൺസ്. അപ്പോൾ എല്ലാ ദിവസവും ഏകദേശം ഒരു 5 കിലോമീറ്ററിലും ഓടുക. ആൻഡ് വൺസ് എ വീക്ക് ഡു എ ലോങ് ഡിസ്റ്റൻസ് ലൈക്ക് എ 10K ഓർ 20K. പിന്നെ അതിൻ്റെ കൂടെ ഡെയിലി നീ സ്ട്രെങ്തനിങ് ചെയ്യുക, ക്വാഡ്സ് സ്ട്രെങ്തൻ ചെയ്യുക, കാഫ് സ്ട്രെങ്തൻ ചെയ്യുക. പിന്നെ കുറച്ച് കോർ വർക്കൗട്ടൊക്കെ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ജിമ്മിലോ അങ്ങനെ വല്ലതും പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു സ്ട്രെങ്ത് ട്രെയിനിങ് അവിടെയും കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ബേസിക് ലെഗ് സ്ട്രെങ്തനിങ് അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മാരത്തോൺ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. ഇപ്പോഴും എനിക്ക് 5 കിലോമീറ്റർ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ വേദന തുടങ്ങും. സോ സ്ട്രോങ്ലി റെക്കമെൻഡഡ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇടുന്ന ഡ്രസ്സൊക്കെയാണ്. ഞാൻ ഇപ്പോൾ ഡെക്കാത്തലോണിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ടീഷർട്ടും ഒരു ഷോർട്സുമാണ്. പാൻറ് ഇട്ട് ഓടാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉള്ള ഐറ്റംസ് നമുക്കൊരു ആദ്യത്തെ 5 കിലോമീറ്റർ ശല്യം ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടീഷർട്ട് ഒരയുന്നു, പാൻറ് മുട്ടിൽ ഒരയുന്നു, ഇതൊക്കെ ഭയങ്കര ശല്യമാണ്. സോ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ടീഷർട്ടും ഒരു റണ്ണിങ് ഷോർട്ട്സും വാങ്ങിക്കുക. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെല്ലൊക്കെ ക്യാരി ചെയ്യണമെങ്കിൽ ഈ റണ്ണിങ് ഷോർട്ട്സിൽ സൈഡ് പോക്കറ്റ്
ഒന്നും ഇടാതിരിക്കുക മാക്സിമം. കാരണം അത് ഓടുമ്പോൾ കിടന്ന് ആടും, അത് വൻ ബുദ്ധിമുട്ടാണ്. കാരണം റണ്ണിങ് ഷോർട്സിൽ ബാക്കിലായിരിക്കും ഒരു പോക്കറ്റ് ഉള്ളത്, അവിടെ ഫോണും പറ്റുമെങ്കിൽ ക്യാരി ചെയ്യാതിരിക്കുക. എനി അഡീഷണൽ വെയിറ്റ് യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഇറ്റ് ആഫ്റ്റർ ലൈക്ക് 20 കിലോമീറ്റേഴ്സ്. ബട്ട് ഈ എനർജി ജെല്ലൊക്കെ ക്യാരി ചെയ്യണമെങ്കിൽ യു വിൽ നീഡ് സം സോർട്ട് ഓഫ് പൗച്ച്. അപ്പോൾ ഡെക്കാത്തലോണ്ട് തന്നെ ഒരു പൗച്ചുണ്ട്, ഞാൻ ആ പൗച്ചാണ് വാങ്ങിച്ചത്, അതിൻ്റെ അകത്താണ് ജെല്ല് ക്യാരി ചെയ്തത്. ഞാൻ ഒരു വാട്ടർ ബാഗ് ക്യാരി ചെയ്തു, ബട്ട് ഫോർ ORS സൊല്യൂഷൻ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഐ ലൂസ് എ ലോട്ട് ഓഫ് എനർജി ലൈക്ക് ദാറ്റ്, ഐ ബിക്കം ഡീഹൈഡ്രേറ്റഡ്. എന്തുമാത്രം വെള്ളമാണ് കുടിക്കുക. സോ ഈ ഒരു ORS, ഒരു സ്ട്രോങ് കോൺസെൻട്രേറ്റഡ് ORS ഞാനൊരു കുപ്പിക്കകത്താക്കി അത് ബെൽറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് എവറി ടൈം ഐ ഡ്രിങ്ക് വാട്ടർ ഐ വിൽ ഓൾസോ ടേക്ക് എ സ്മോൾ സിപ്പ് ഓഫ് ദാറ്റ് കോൺസെൻട്രേറ്റഡ് ORS സൊല്യൂഷൻ. ദാറ്റ് വർക്ക്ഡ് റിയലി വെൽ ഫോർ മീ. അത് ചെയ്യണമെന്നില്ല, ആ കുപ്പിയുടെ വെയിറ്റ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു 2-3 ORS പാക്കറ്റ് കൂടെ ക്യാരി ചെയ്താൽ അത് ഈ സ്റ്റേഷനിൽ വെള്ളത്തിലങ്ങ് ഇട്ടിട്ട് കുടിച്ചാലും മതി. ദാറ്റ്സ് അപ് ടു യു. പേഴ്സണലി നെക്സ്റ്റ് ടൈം ഓടുമ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുക. കാരണം ആ ഒരു കുപ്പി ഇറ്റ്സ് എ ലിറ്റിൽ അൺകംഫർട്ടബിൾ ആഫ്റ്റർ എ വൈൽ. പിന്നെ വെള്ളം വെള്ളം നല്ലോണം കുടിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേഷനിലും മാക്സിമം 1 കപ്പ്, ഒരു 200 മില്ലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്ത് വെള്ളം കുടിക്കണം എന്നല്ല പറയുന്നത്. പറ്റുന്ന പോലെ സ്ലോലി സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. നിങ്ങൾ ഓടി വെള്ളം കുടിക്കാതെ ഒരു കുറച്ച് സെക്കൻഡ് ഓടുന്നത് പിന്നെ തളർന്ന് അത് അങ്ങ് തീരും. സോ കീപ് യുവർ സെൽഫ് വെൽ ഹൈഡ്രേറ്റഡ്, കീപ് യുവർ സെൽഫ് വെൽ ഫ്യൂവൽഡ്. എൻ്റെ പേസിങ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫാസ്റ്റൊന്നും അല്ലായിരുന്നു. എൻ്റെ ഓവറോൾ സ്പേസ് അറൗണ്ട് 5 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്കൊരു 4.5 പേസിലൊക്കെ ഓടാൻ പറ്റുമെങ്കിൽ ഓടുക. ബട്ട് I would say keep a consistent 5.5 to 6 pace for the duration of the marathon if it's your first time. എന്നിട്ട് ഈ മെട്രോണോം എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ചില വാച്ചിൻ്റെ അകത്തൊക്കെ നമ്മുടെ ഈ സ്മാർട്ട് വാച്ചിൽ ഓൾറെഡി ഒരു മെട്രോണോം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ പേസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നീക്കാണ് അത്. ഇപ്പോൾ ഒരു 170 beats per minute ആണ് ഒരു റെക്കമെൻഡഡ് റണ്ണിങ് പേസ് ഫോർ എ ബിഗിനർ. കുറച്ചുകൂടെ ഒരു പ്രാക്ടീസൊക്കെ ആയി കഴിഞ്ഞാൽ അതൊരു 180 ആണ് ഒരു ഐഡിയൽ നമ്പർ പറയുന്നത്. അപ്പോൾ ഞാൻ 180 ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡ് കൂടുതലായിട്ട് തോന്നി. 170 കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, യുവർ ബോഡി വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ലോട്ട് മോർ അഡീഷണൽ സ്ട്രെസ് ദാൻ റിക്വയർഡ്. അപ്പോൾ നിങ്ങളുടെ ഫീറ്റ് കുറേ കൂടെ സമയം ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ കുറേ കൂടെ സ്ട്രെസ്സ് നീസിലും കാലിലും ഓട്ടോ എല്ലാം വരുന്നുണ്ട്. ബട്ട് ഈ ഒരു 170 BPM നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആണെങ്കിൽ അത്രയും സ്ട്രെസ്സ് വരത്തില്ല. അല്ലെങ്കിൽ ദേ സ്പെൻഡ് മച്ച് ലെസ് ടൈം ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ വാച്ചിൽ ഒരു മെട്രോണോം സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ ബീറ്റ് അനുസരിച്ച്, ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് എല്ലാ 4 തവണയും ഒരു പീപ്പ് പീപ്പ് അങ്ങനെ അടിക്കും. അപ്പോൾ ഓരോ തവണ ബീപ്പ് വരുമ്പോൾ ഞാൻ 4 സ്റ്റെപ്പ് കവർ ചെയ്യണം. ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ്, എന്നാലും ഒരു 2-3 തവണ ഓടിക്കഴിയുമ്പോഴത്തേക്ക് അത് ശീലമാവും. അത് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും കാണാൻ പറ്റും ആ ഒരു കറക്റ്റ് പേസിങ് ചെയ്ത് കഴിഞ്ഞു. സോ ഓവറോൾ അത്രേ ഉള്ളൂ ഒരു മാരത്തോൺ ഓടാൻ. ഞാൻ പറഞ്ഞ പോലെ ഒരു 3-4 months മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഇപ്പോൾ ഒരു ശീലവും ഇല്ലെങ്കിൽ 1 കിലോമീറ്ററെങ്കിൽ 1 കിലോമീറ്റർ ഓടുക. അത് സ്പീഡിൽ ഓടാൻ പറ്റില്ലെങ്കിൽ പതുക്കെ ഓടുക. ഓട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓടി തുടങ്ങി ഒരു 2 ആഴ്ച കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓടിയാൽ അപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അങ്ങനെ പതുക്കെ കൂട്ടി. എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് 1-2 ആക്കി, 2-5 ആക്കി, 5-10 ആക്കി. പിന്നെ അങ്ങനെ ഭയങ്കര പതുക്കെ ഒരു സ്റ്റഡി ആയിട്ടാണ് കയറി വന്നത്. ഐഡിയലി ആദ്യം ഒരു ഹാഫ് മാരത്തോൺ അല്ലെങ്കിൽ ഒരു 10K ഒക്കെ ചെയ്തിട്ട് ഫുൾ മാരത്തോണിലോട്ട് പോവുക. ബട്ട് ഓൾറെഡി ഓടിയൊരു ശീലം ഉണ്ടെങ്കിൽ ആൻഡ് യു ക്യാൻ ഡു എ ഹാഫ് മാരത്തോൺ വിത്ത് എഫേർട്ട് ബട്ട് വിത്തൗട്ട് ലൈക്ക് എക്സോസ്റ്റിംഗ് യുവർ സെൽഫ്, ദെൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ഫുൾ മാരത്തോൺ. അറ്റ്ലീസ്റ്റ് 3-4 months മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. നല്ല ഷൂസ് വാങ്ങിക്കുക, ഫ്യൂവൽ എനർജി ജെൽസ് ഉപയോഗിക്കുക, പിന്നെ ഒരു ORS സൊല്യൂഷൻ കയ്യിൽ ക്യാരി ചെയ്യുക.
പേസിങ് കറക്റ്റായിട്ട് ഫോളോ ഒരു 170 അല്ലെങ്കിൽ 180 നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ പേസിങ് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഗുഡ് ലക്ക് ആൻഡ് ലെറ്റ് മീ നോ ഹൗ യുവർ ഫസ്റ്റ് മാരത്തോൺ ഗോസ്.